നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി വായനാ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മഹാഭാരത കഥകളെ ആസ്പദമാക്കി രചിക്കപ്പെട്ട നോവലുകൾ പരിചയപ്പെടുത്താനാണ്. എന്നും മഹാഭാരതം സാഹിത്യകാരന്മാർക്ക് ഒരിഷ്ട ബാക്ക്ഗ്രൗണ്ടാണ്. മഹാഭാരത കഥാപാത്രങ്ങളെയും മഹാഭാരത പശ്ചാത്തലത്തെയും അടിസ്ഥാനമാക്കി ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നോവലുകൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ലേഖനങ്ങളോ മറുഭാഷകളോ ഒന്നും അവതരിപ്പിക്കുന്നില്ല. മലയാളത്തിൽ രചിക്കപ്പെട്ട, മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട മഹാഭാരതം അടിസ്ഥാനമാക്കിയുള്ള നോവലുകൾ തീർച്ചയായിട്ടും മികച്ച വായനാ അനുഭവം നൽകുന്നവയാണ് മഹാഭാരതം. മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും എവിടെയും കാണാനാവില്ല എന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയാം. അത്ര കണ്ട് സമ്പൽ സമൃദ്ധമാണ് മഹാഭാരതത്തിലെ കഥകളും ഉപകഥകളും ഒക്കെ. തീർച്ചയായിട്ടും ഓരോ മലയാളിയും വായിക്കേണ്ട നോവലുകളാണ് മഹാഭാരതം അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട ഈ നോവലുകൾ. പുസ്തകങ്ങളെ കുറിച്ചുള്ള എന്റെ അവതരണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ പരിഗണിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ പുസ്തക അവതരണത്തെക്കുറിച്ച് പങ്കുവെക്കുന്നതിനായി എന്റെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പിന്തുണ തന്നെയാണ് എന്റെ ഈ ചാനലിന്റെ വിജയം. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന മഹാഭാരതം അടിസ്ഥാനമാക്കിയുള്ള നോവൽ യയാതി, എസ് ഖാണ്ടേക്കറുടെ പ്രശസ്തമായ നോവൽ യയാതി. ഹസ്തിനപുരത്തിലെ നഹുഷ മഹാരാജാവിന്റെ രണ്ടാമത്തെ പുത്രനായ യയാതി. വാർദ്ധക്യം തനിക്ക് ഒരിക്കലും കടന്നു വരരുത്, യുവത്വം മാത്രമേ വേണ്ടൂ എന്ന് ആഗ്രഹിക്കുന്ന യയാതിയുടെ ഭാവ വ്യത്യാസങ്ങളെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന നോവലാണ് യയാതി, എസ് ഖാണ്ടേക്കർ. 1980കളിലാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. പ്രൊഫസർ പി മാധവൻ പിള്ളയാണ് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, 1980 കാലഘട്ടങ്ങളിൽ തന്നെ മാതൃഭൂമിയിൽ ഖണ്ഡശ്ശയായിട്ട് വന്ന സമയത്ത് തന്നെ ഒരുപാട് വായനക്കാരെ സൃഷ്ടിച്ച നോവലാണ്. മഹാഭാരതത്തിലെ ശാകുന്തളം കാളിദാസൻ എങ്ങനെയാണോ അവതരിപ്പിച്ചിട്ടുള്ളത്, ശാകുന്തളം എന്ന് കേൾക്കുമ്പോൾ തന്നെ കാളിദാസന്റെ പേര് നമ്മൾക്ക് ഓർമ്മ വരുന്നുവെങ്കിൽ യയാതി എന്ന് കേൾക്കുമ്പോൾ എസ് ഖാണ്ടേക്കറെ ഓർമ്മ വരും. അത്ര കണ്ട് ആഖ്യാന മികവോടുകൂടിയാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിട്ടുള്ളത്. മികച്ച ഒരു നോവലാണ് എസ് ഖാണ്ടേക്കറുടെ യയാതി. രണ്ടാമതായി ഞാൻ പരിചയപ്പെടുത്ത പുസ്തകം ശിവാജി സാവന്തിന്റെ കർണൻ. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ മൂർത്തിദേവി പുരസ്കാരം നേടിയ പുസ്തകമാണ് ശിവാജി സാവന്തിന്റെ കർണൻ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന നോവലാണ് കർണൻ. കർണന്റെ കാഴ്ചപ്പാടുകളിൽ നമ്മൾ മഹാഭാരത കഥ വായിക്കുന്നു. യഥാർത്ഥത്തിൽ മഹാഭാരത നായകൻ കർണനാണോ എന്ന് തോന്നിക്കും വിധമാണ് ഇതിന്റെ ആഖ്യാന രീതി. വളരെ വികാരഭരിതമായുള്ള കർണന്റെ ചിന്തകൾ വായനക്കാരെ സങ്കടപ്പെടുത്തുക തന്നെ ചെയ്യും. തീർച്ചയായും വായിക്കുക ശിവാജി സാവന്തിന്റെ കർണൻ. അടുത്ത പുസ്തകം മലയാളത്തിന്റെ പ്രിയപ്പെട്ട പുസ്തകമാണ്. മലയാള നോവലിന്റെ ഇതിഹാസ എഴുത്തുകാരന്റെ പുസ്തകമാണ് MD വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. തീർച്ചയായും വായിക്കപ്പെടേണ്ട പുസ്തകം. മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം MD വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. എപ്പോഴും രണ്ടാം ഊഴക്കാരനായി മാറുന്ന ഭീമസേനന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള മഹാഭാരതത്തിൽ ഭീമസേനൻ എപ്പോഴും സങ്കടം മാത്രം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന വ്യക്തിയായി നമുക്ക് കരുതാനാവും. അങ്ങനെയുള്ള വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥയെ വളരെ മനോഹരമായി പുനരാവിഷ്കരിക്കുകയാണ് MD രണ്ടാം ഊഴത്തിലൂടെ ചെയ്യുക. തീർച്ചയായിട്ടും വായിക്കുക MDയുടെ രണ്ടാം ഊഴം. അടുത്ത പുസ്തകം ഹിന്ദി എഴുത്തുകാരനായ നരേന്ദ്ര കോഹ്ലിയുടെ മുക്തി എന്ന പുസ്തകമാണ്. മഹാഭാരതത്തിലെ യുദ്ധഭൂമി പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട പുസ്തകം. എപ്പോഴും യുദ്ധം മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അത് പടക്കളത്തിലെ യുദ്ധമാണെങ്കിലും കഥാപാത്രങ്ങളുടെ മനസ്സുകളുടെ യുദ്ധമാണെങ്കിലും. അങ്ങനെ മഹാഭാരത കഥാപാത്രങ്ങളുടെ മാനസിക വിഷമങ്ങളെ ഒരു യുദ്ധഭൂമി പോലെ അവതരിപ്പിക്കുന്ന നോവലാണ് നരേന്ദ്ര കോഹ്ലിയുടെ മുക്തി. മഹാഭാരതത്തിലെ ദ്രോണപർവ്വത്തിൽ നിന്ന് തുടങ്ങി ശാന്തി പർവ്വത്തിൽ അവസാനിക്കുന്ന നോവലാണിത്. ഭീഷ്മർ ശരശയ്യയിൽ ബന്ധനസ്ഥാക്കപ്പെടുന്നതും പിന്നീട് അവിടുന്ന് മുക്തരാക്കപ്പെടുന്നതുമാണ് ഇടത്താണ് നോവലിന്റെ ഇതിവൃത്തം. അപ്പോൾ നമ്മളും തിരിച്ചറിയുന്നു പാണ്ഡവര് മുക്തരാക്കപ്പെടുന്ന നാൾ. ധർമ്മത്തിന്റെ ഭാഗത്ത് വിജയമുണ്ടാവുമെന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കുന്ന നോവലാണ് ഈ നോവൽ മുക്തി. അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്ന നോവൽ ഡോക്ടർ നരേന്ദ്ര കോഹ്ലിയുടെ നോവൽ തന്നെയാണ്. ഇദ്ദേഹം എഴുതിയ മറ്റൊരു നോവൽ പ്രച്ഛന്നം. നീണ്ട 12 വർഷക്കാലത്തെ വനവാസത്തിന് ശേഷം അജ്ഞാതവാസത്തിന് തയ്യാറെടുക്കുന്ന പാണ്ഡവന്മാരുടെ കാഴ്ചപ്പാടിലൂടെയാണ് നോവലിസ്റ്റ് ഈ നോവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അജ്ഞാതവാസത്തിന് വേണ്ടി അവരെടുക്കുന്ന തന്ത്രങ്ങളും ഉപായങ്ങളും, അതുപോലെ തന്നെ പാണ്ഡവരെ കണ്ടുപിടിക്കുന്നതിനായി എതിർപക്ഷക്കാരനായ ദുര്യോധനനും അംഗങ്ങളും ചേർന്നെടുക്കുന്ന തന്ത്രങ്ങൾ. അങ്ങനെ അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ, പ്രത്യേകിച്ച് പാഞ്ചാലി അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒക്കെ നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റും. വളരെ മനോഹരമായി വ്യത്യസ്തമായി എഴുതപ്പെട്ട നോവലാണ്
നരേന്ദ്ര കോഹ്ലിയുടെ ഈ നോവൽ തീർച്ചയായിട്ടും വായിക്കുക. പ്രച്ഛന്നം. ഇനി ഞാൻ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ അതിപ്രശസ്തമായ ഒരു നോവലാണ്. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. 1974 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 78 വയലാർ അവാർഡ് ലഭിച്ച മനോഹരമായ പുസ്തകം. കർണൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതം മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്ന പുസ്തകം. ദ്രൗപദിയുടെ കാഴ്ചപ്പാടുകളും കർണനെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ പുസ്തകത്തിന്റെ അവതരണത്തെ വ്യത്യസ്തമാക്കുന്നു. വളരെ ലളിതമായ ഒഴുക്കോടുകൂടിയുള്ള ആഖ്യാന രീതിയാണ് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിപ്രശസ്തമായ ഒരു ഇന്ത്യൻ നോവലാണ് ദ്രൗപദി. പ്രതിഭ റായ് എഴുതിയ ദ്രൗപദി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ, മൂർത്തിദേവി പുരസ്കാരം നേടിയ നോവലാണ് ദ്രൗപദി. ദ്രൗപദി ശ്രീകൃഷ്ണന് എഴുതുന്ന ഒരു നീണ്ട കത്തിന്റെ രൂപത്തിലാണ് ഈ നോവൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് നടന്ന് കയറുന്നതിനിടയിൽ ഹിമപാളികളിൽ വീണ് കിടക്കുന്ന ദ്രൗപദി, അവിടെ കിടന്നുകൊണ്ട് അവർ കൃഷ്ണനോട് തന്റെ വ്യഥകളൊക്കെ പറയുകയാണ്. ഒരു ആധുനിക സ്ത്രീയുടെ മുഖഭാവത്തോടെ വ്യക്തി ചിന്തകളോടുകൂടെയാണ് ദ്രൗപദിയുടെ വാക്കുകളെ പ്രതിഭ റായ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വായിക്കേണ്ട പുസ്തകമാണ് ദ്രൗപദി, പ്രതിഭ റായ്. അടുത്ത പുസ്തകം VT നന്ദകുമാറിന്റെ എന്റെ കർണൻ. കർണന്റെ കാഴ്ചപ്പാടുകളിലൂടെ മഹാഭാരതത്തെ അവതരിപ്പിക്കുന്ന മറ്റൊരു പുസ്തകം. ശിവജി സാവന്തിന്റെ കർണന്റെ മുമ്പിൽ ഒരുപക്ഷെ അത്ര കണ്ട് വലുപ്പം തോന്നിക്കാത്തൊരു പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടാത്ത പുസ്തകവുമാണ്. DC ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് വിപണിയിൽ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്. VT നന്ദകുമാറിന്റെ എന്റെ കർണൻ. അടുത്ത പുസ്തകം മഹാഭാരതം സുയോധന പർവം, PK വിജയൻ. ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ഈ നോവൽ വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയാണ് നൽകുന്നത്. ദുര്യോധനൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നു. മഹാഭാരതത്തിന്റെ ഹൃദയ വിശാലതയിലൂടെ കടന്നു പോകുന്ന ഒരു എഴുത്തുകാരന്റെ മനോവികാരത്തിലൂടെയാണ് ഈ നോവൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകൃഷ്ണനെയും പാണ്ഡവതന്ത്രങ്ങളെയും ഒക്കെ അതിജീവിച്ച് അമരത്വം പ്രാപിക്കുന്ന ദുര്യോധനന്റെ മുഖമാണ് ഈ ഒരു നോവലിൽ നമുക്ക് മുമ്പിൽ വിജയൻ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ മഹാഭാരതം സുയോധന പർവം. അടുത്ത പുസ്തകം വ്യാധഭാരതം, KP ജെയിംസ്. DC ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകമാണ്. 1999 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കോപ്പിയും ഇപ്പോൾ അത്ര കണ്ട് ലഭ്യമല്ല. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഏകലവ്യൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരു മഹാഭാരത കഥയാണ്. തീർച്ചയായും വ്യത്യസ്തമായ ഒരു രചനാരീതി സംഭാവന ചെയ്യുന്ന പുസ്തകം തന്നെയാണ് ഈ പുസ്തകം, വ്യാധഭാരതം, KP ജെയിംസ്. ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ ആനന്ദ് നീലകണ്ഠന്റെ പുസ്തകം ദുര്യോധനൻ, കൗരവവംശത്തിന്റെ ഇതിഹാസം. ദുര്യോധനന്റെ മനോഹരമായ മുഖം അവതരിപ്പിക്കുന്ന നോവൽ. 2 ഭാഗങ്ങളായിട്ടാണ് ഈ നോവൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേരാണ് ദുര്യോധനൻ, കൗരവവംശത്തിന്റെ ഇതിഹാസം. ദുര്യോധനെ സുയോധനായും ദുശാസനെ സുശാസനായും ദുശ്ശളയെ സുശളയായും അവതരിപ്പിക്കുന്നതിലൂടെ ആ കഥാപാത്രങ്ങളിലെ നന്മഭാവങ്ങളെ അല്ലെങ്കിൽ ഹീറോയിസത്തെ പുറത്തു കൊണ്ടുവരാനാണ് ആനന്ദ നീലകണ്ഠൻ ശ്രമിക്കുന്നത്. ഈ പുസ്തക സീരീസിലെ 2ാമത്തെ ഭാഗത്തിന്റെ പേര് കലി എന്നാണ്. ഇതിൽ പാഞ്ചാലിയുടെ കോപത്തോടു കൂടിയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. തീർച്ചയായും വായിക്കപ്പെടേണ്ട 2 പുസ്തകങ്ങളാണ് ആനന്ദ നീലകണ്ഠന്റെ ഈ ദുര്യോധന വേർഷൻ. ദുര്യോധനൻ, കൗരവവംശത്തിന്റെ ഇതിഹാസം 1ാം ഭാഗം, 2ാം ഭാഗം കലി. തീർച്ചയായിട്ടും വായിക്കുക ഈ 2 പുസ്തകങ്ങളും. അടുത്ത പുസ്തകം അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു എഴുത്തുകാരിയുടെ പുസ്തകമാണ് രേവതിയുടെ സൂര്യഗായത്രി. കുന്തി ദേവിയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അതിവ്യത്യസ്തമായ ഒരു രചന, മഹാഭാരത കഥ ഇതിലൂടെ നമുക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. തൃശൂരിലെ ജ്യോതി ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ. പക്ഷേ ഈ പുസ്തകം ഇപ്പോൾ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്. 1980 പ്രബുദ്ധ കേരളം വാരികയിൽ ഇതിന്റെ റിവ്യൂ വന്നിരുന്നു. മനോഹരമായി എഴുതപ്പെട്ട പുസ്തകം എന്ന് അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ഞാൻ വായിച്ചിട്ടില്ല. തീർച്ചയായും കിട്ടുമെങ്കിൽ കളക്ട് ചെയ്ത് വായിക്കുക, നിങ്ങളും വായിക്കുക. അടുത്ത പുസ്തകം കൈലാസ് നാരായണന്റെ അനന്തരം. യുദ്ധത്തിന് ശേഷമുള്ള ഹസ്തിനപുരിയിലെ കാഴ്ചകളാണ് അനന്തരത്തിൽ വെളിവാകുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പുസ്തകം സമ്മാനിക്കുന്നത്. ഗ്രീൻ ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിന് ശേഷം തങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും പരാജയ കാരണങ്ങളും ഒക്കെ വിലയിരുത്തുകയാണ് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും. തന്റെ മകൻ ദുര്യോധനന് എന്ത് കുറവാണ് ഉണ്ടായത് എന്ന് വിലപിക്കുന്ന ധൃതരാഷ്ട്രർ, പാണ്ഡവരൊക്കെ ചെയ്തത് ശരിയാണോ എന്ന് വിലപിക്കുന്ന ഗാന്ധാരി. ഇവർ രണ്ടുപേരുടെയും മനോവികാരങ്ങളിലൂടെ വളരെ വ്യത്യസ്തമായി എഴുതപ്പെട്ട ഒരു മഹാഭാരത കഥ. തീർച്ചയായും വായിക്കുക കൈലാസ് നാരായണന്റെ അനന്തരം. അടുത്ത പുസ്തകം വാരണാവതം, ദുര്യോധന പർവം, ബാബുരാജ് കളമ്പൂർ. ദുര്യോധനൻ എന്ന പ്രതിനായകന്റെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥ അവതരിപ്പിക്കുന്നു. ദുര്യോധനനും ഒരു മനസ്സുണ്ടായിരുന്നു. ദുര്യോധനെ സ്നേഹിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ദുര്യോധനനെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് ബാബുരാജ് കളമ്പൂരിന്റെ ഈ പുസ്തകം. തീർച്ചയായും വായിക്കുക
വാരണാവതം, ദുര്യോധന പർവം, ബാബുരാജ് കളമ്പൂർ. അടുത്ത പുസ്തകം കലിപാകം, രാജീവ് ശിവശങ്കർ. കലിപാകം, രാജീവ് ശിവശങ്കർ. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ പറഞ്ഞിരിക്കുന്ന നളദമയന്തി കഥയെ മനോഹരമായി പുനരാവിഷ്കരിച്ചിരിക്കുന്നു രാജീവ് ശിവശങ്കർ ഈ നോവലിലൂടെ. അധാർമികതയുടെ കാലഘട്ടത്തിൽ ചൂതുപടത്തിന് മുമ്പിൽ ഇരിക്കേണ്ടി വരുന്ന നളനെയും എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെടുന്ന കലിയെയും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു വ്യത്യസ്തമായ ഈ നോവൽ കലിഭാഗം, രാജീവ് ശിവശങ്കർ. മഹാഭാരത കഥ ആകപ്പാടെ മാറ്റി എഴുതിയ മറ്റൊരു പുസ്തകം പകിട, PV ശ്രീവത്സൻ. വളരെ വ്യത്യസ്തമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. DC ബുക്സ് ആണ് ഇതിന്റെ പബ്ലിഷേഴ്സ്. ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല എന്ന് അറിയുന്നു. കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകമായി വിലയിരുത്തപ്പെടുന്ന പുസ്തകമാണ് പകിട, PV ശ്രീവത്സൻ. അവസാനമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഇംഗ്ലീഷ് നോവലാണ്. ഇൻഡോ അമേരിക്കൻ എഴുത്തുകാരിയായ ചിത്ര ബാനർജിയുടെ ബെസ്റ്റ് സെല്ലറായ നോവൽ ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്. വളരെ വ്യത്യസ്തമായ എഴുതപ്പെട്ട ഒരു നോവൽ. പാഞ്ചാലിയുടെ വീക്ഷണകോണിൽ നിന്ന് മഹാഭാരത കഥ അവതരിപ്പിക്കുന്ന നോവൽ. ഈ നോവൽ ഇപ്പോൾ സിനിമയാക്കാൻ പോകുന്നു എന്നറിയുന്നു. ദീപിക പതിക്കോണാണ് ഇതിലെ നായിക. തീർച്ചയായും നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകമായി ഞാൻ വിലയിരുത്തുന്ന ഒരു പുസ്തകമാണിത്. ചിത്ര ബാനർജി എന്ന എഴുത്തുകാരിയെ ഇന്ത്യൻ സാഹിത്യ ലോകം വളരെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയ നോവലാണിത്. അത്ര കണ്ട് മനോഹരമാണ് ഇതിന്റെ ആഖ്യാന രീതി. തീർച്ചയായും വായിക്കപ്പെടേണ്ട പുസ്തകം ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് ബൈ ചിത്ര ബാനർജി. പ്രിയപ്പെട്ടവരെ, മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും ഒരു പുസ്തകത്തിലും ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും മഹാഭാരത കഥകൾ, മഹാഭാരതം അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട ഈ പുസ്തകങ്ങൾ മികച്ച ഒരു വായനാ അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക. ഇതില് മിടുക്കരായ ആളുകളുടെ, പ്രശസ്തരായ ആളുകളുടെ പുസ്തകങ്ങളുണ്ട്, അല്ലാത്ത ആളുകളുടെ പുസ്തകങ്ങളുണ്ട്, ലഭ്യമായ പുസ്തകങ്ങളും അല്ലാത്ത പുസ്തകങ്ങളുമുണ്ട്. ഈ പുസ്തകങ്ങളെ നിങ്ങളുടെ അറിവിലേക്ക് വെക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വായിക്കുക മഹാഭാരതം അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട ഈ നോവലുകൾ. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും മികച്ച വായനാനുഭവങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ പുസ്തക അവതരണങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ഇനിയും കാണാം. നിങ്ങൾക്ക് നല്ല വായനാ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.